പ്രിയമുള്ളവരെ, പശ്ചിമേഷ്യയിലെ സംഭവവികാസങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ പുറത്തുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലൊന്ന് അമേരിക്ക ഇറാനു നേരെ നിരന്തരം ആക്രമണ ഭീഷണി ഉയർത്തുന്ന സാഹചര്യത്തിൽ ചർച്ചകൾക്ക് പ്രാധാന്യമില്ല എന്നാണ്. അതായത് ഇറാന്റെ അഭിപ്രായമാണ് ഇങ്ങനെ ചർച്ചകൾക്ക് നിരന്തര ഭീഷണിയുടെ നിഴലിൽ സാധ്യതയില്ല എന്ന്. അതായത് അൽമൈദീൻ പത്രത്തെ, ഇറാനി മാധ്യമമായ അൽമൈദീനെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ വാർത്ത അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. നിർബന്ധങ്ങളൊന്നുമില്ലെങ്കിൽ, അതായത് ഈ ചട്ടക്കൂടിലൊക്കെ വന്ന് കരാറിൽ ഒപ്പിടണം എന്ന അമേരിക്കയുടെ നിർബന്ധവും കടുംപിടുത്തവും ഒന്നുമില്ലെങ്കിൽ ഇറാന്റെ പരമാധികാരത്തെ മാനിച്ചുകൊണ്ടുള്ള ഏതു ചർച്ചയ്ക്കും ഇറാൻ തയ്യാറാണെന്ന് അസന്നിഗ്ധമായി വ്യക്തമാകുകയാണ്. അതായത് അമേരിക്കയുടെ തിട്ടൂരങ്ങൾക്കും നിർബന്ധങ്ങൾക്കും ഒന്നും വിധേയമാകുന്നില്ല. ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ പരമാധികാരത്തെയും അവിടുത്തെ നേതൃത്വത്തെയും ഒക്കെ അംഗീകരിച്ചുകൊണ്ടുള്ള ഏതൊരു ചർച്ചയ്ക്കും തയ്യാറാണെന്ന് ഇറാൻ അറിയിച്ചതായി അൽമൈദീൻ പത്രത്തെ ഉദ്ധരിച്ചുകൊണ്ട് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മറ്റൊരു കാര്യവും ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ടുകൾ കാണുന്നത് ഹിസ്ബുള്ളയും ഹൂതികളും ഒപ്പം ഇറാനിലെ ഷിയ മിലിഷി ഗ്രൂപ്പും ഒക്കെ ഇറാനോടൊപ്പം ചേർന്ന് ശത്രുക്കൾക്കെതിരെ യുദ്ധം ചെയ്യും എന്നതുമായി ബന്ധപ്പെട്ടാണ്. ഇറാനെതിരെയുള്ള ആക്രമണം തീ പടർത്തുമെന്നാണ് നയീം ഖാസിം, അതായത് ഹിസ്ബുള്ളയുടെ മേധാവിയുടെ ഒരു പ്രസ്താവന വരുന്നത്. ചെങ്കടൽ ഉപരോധിക്കുമെന്ന് ഹൂതികളുടെ ഭാഗത്തു നിന്നും ഒരു ഭീഷണി ഉണ്ടാകുകയാണ്. നേരത്തെ ഈ ഇസ്രായേൽ ഫലസ്തീൻ പ്രശ്നമൊക്കെ കൊടുമ്പിരി കൊണ്ടിരുന്ന സമയത്ത് ഫലസ്തീന് ഗസയ്ക്കൊക്കെ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഹൂതികളുടെ ഭാഗത്തു നിന്ന് കപ്പൽ ഉപരോധം, ഒപ്പം ഇസ്രായേലി താല്പര്യങ്ങളുള്ള ഇസ്രായേലുമായി ബന്ധപ്പെട്ട കപ്പലുകൾക്ക് നേരെ ആക്രമണമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും ഹൂതികൾ ചെങ്കടലിൽ സജീവമാകുന്നു. അവരുടെ ഒരു പ്രഖ്യാപനമുണ്ടാകുന്നു. ഇറാനിന് നേരെ അമേരിക്കയുടെ ഒരു ആക്രമണം ഉണ്ടാകുകയാണെങ്കിൽ ഒരിക്കൽ കൂടി ഹൂതികൾ ചെങ്കടലിൽ ഉപരോധിക്കും, ഇസ്രായേലി താല്പര്യമുള്ള കപ്പലുകളെ ആക്രമിക്കും എന്ന രീതിയിൽ ഒരു പ്രസ്താവന ഹൂതികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. മറ്റൊന്ന്, ഇറാനിലെ വിമത ശബ്ദങ്ങൾ നിലച്ചിട്ടുണ്ട് എന്നതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. മൊസാദിന്റെ സപ്പോർട്ടോടുകൂടി ഇറാനിലെ ഭരണകൂടത്തെ അട്ടിമറിക്കുവാനുള്ള എല്ലാ ശ്രമങ്ങളും അടിച്ചമർത്തപ്പെട്ടു എന്ന് തന്നെയാണ് അന്തർദേശീയ മാധ്യമങ്ങൾ തെളിയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ ഒന്ന്. ഉടനെ ഇറാനിലെത്തി രാജാവാകും എന്ന് പ്രഖ്യാപിച്ചിരുന്ന പഹ്ലവി, അദ്ദേഹത്തിൻ്റെ ശബ്ദം ഒന്നും ഇപ്പോൾ കേൾക്കാനില്ല. അതുപോലെ ഐ ആം ഓൺ ദ വേ, ഞങ്ങളിതാ എത്തി പ്രക്ഷോഭകർക്ക് സഹായവുമായിട്ട് എന്ന് പ്രഖ്യാപിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇപ്പോൾ അതിനെക്കുറിച്ചൊന്നും മിണ്ടുന്നില്ല. അദ്ദേഹം ഇപ്പോൾ ഹോർമൂസ് കടലിടുക്കിൽ വാഷിങ്ടൺ കപ്പൽ ഓടിച്ചു കളിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങളൊന്നും കിട്ടുന്നില്ല. എന്തായാലും അവിടുത്തെ പ്രതിരോധങ്ങൾ ഒക്കെയും അടിച്ചമർത്തപ്പെട്ടു എന്ന് തന്നെയാണ് റിപ്പോർട്ടുകളെ സൂചിപ്പിക്കുന്നത്. അതിൻ്റെ തീവ്രത, ക്രൂരതയൊക്കെ ചർച്ചയാകപ്പെടുന്നുണ്ട്. ഏകദേശം 30,000-ൽ പരം ആളുകൾ ഈ പ്രക്ഷോഭത്തിൽ കൊല ചെയ്യപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. അവരെ വളരെ ക്രൂരമായിട്ടാണ് അവിടുത്തെ ഭരണകൂടം അടിച്ചമർത്തിയതെന്ന് പറയുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ടെഹ്റാനിലും ബന്ദർ അബ്ബാസിലും ഷിറാസിലുമൊക്കെ ഇറാൻ ഗവൺമെന്റിന് അനുകൂലമായ പ്രകടനങ്ങൾ കൊണ്ട് മുഖരിതമാണ് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങിയാണ്. മറ്റൊരു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുന്നവരെ ജയ് ഹിന്ദ്.